പത്തനംതിട്ട മെഴുവേലിയിൽ മരിച്ചയാളുടെ പേരിൽ വോട്ട് രേഖപ്പെടുത്തിയതിൽ തെറ്റ് സമ്മതിച്ച BLO അമ്പിളി കിടപ്പ് രോഗിയായ അന്നമ്മയുടെ വോട്ട് ചെയ്യിക്കാനാണ് പോയതെന്നും ക്രമനമ്പർ എഴുതിയപ്പോൾ തെറ്റുപറ്റിയെന്നും അമ്പിളി പറഞ്ഞു. കള്ളവോട്ട് ചെയ്യിച്ചിട്ടില്ലെന്നും BLOയുടെ വിശദീകരണം. ഡെപ്യൂട്ടി കളക്ടർ BLOയുടെയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും മൊഴി രേഖപ്പെടുത്തി. പക്ഷെങ്കിൽ സീരിയൽ നമ്പർ എഴുതിയത് എനിക്ക് തെറ്റിപ്പോയതാണ്. ഒരു വീട്ടിലെ അമ്മായിയമ്മയുടെയും മരുമോടെയും പേര് അന്നമ്മയെന്നായിരുന്നു. വോട്ടേഴ്സ് ലിസ്റ്റിന് 66 വയസ്സാണ്. 66 വയസ്സ്. അവർ കിടപ്പ് രോഗിയാണല്ലോ, അവർക്കും ഈ 12D ഫോം കൊടുക്കുമല്ലോ എന്നുള്ള എൻ്റെ ആ തെറ്റിദ്ധാരണ കാരണം എനിക്ക് പറ്റിയ അബദ്ധമാണ്. 12D ഫോം പൂരിപ്പിച്ചപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് വന്ന പിഴവാണ്. 6 വർഷം മുമ്പ് മരിച്ച മെഴുവേലി സ്വദേശി അന്നമ്മയുടെ പേരിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ശ്യാംകുമാറിന്റെ വിശദാംശങ്ങളുമായി. ശ്യാം, എന്താണ് ഇത്തരത്തിലൊരു പിഴവ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ക്രമക്കേട് നടക്കാൻ ഇടയായ സാഹചര്യം? ഇതിൽ LDFന്റെ പരാതിയാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഉടൻ നടപടി ഉണ്ടാകില്ലേ, പ്രത്യേകിച്ച് BLO ഈ വീഴ്ച സമ്മതിക്കുക കൂടി ചെയ്യുന്ന സാഹചര്യത്തിൽ? തീർച്ചയായും BLO പറഞ്ഞതിൽ വീഴ്ച മാത്രമല്ല, ഒരു കള്ളത്തരം കൂടിയുണ്ട്. കാരണം കിടപ്പ് രോഗിയെന്ന് BLO അവകാശപ്പെടുന്ന ആൾ ആ പ്രദേശത്ത് ഇന്നുപോലും പള്ളിയിൽ പോവുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. അങ്ങനെയുള്ള ആൾ എങ്ങനെയാണ് കിടപ്പ് രോഗിയായി മാറുന്നത് എന്നുള്ളത് BLO സ്വാഭാവികമായും വിശദീകരിക്കേണ്ടി വരും. BLOയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞത് കള്ളം കൂടിയാണെന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് കിടപ്പ് രോഗിയായ ഒരാൾ എന്ന് പറയുമ്പോൾ അവർക്ക് കിടപ്പ് രോഗിയല്ല എന്ന് BLO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് അറിയാവുന്ന കാര്യമാണ്. അത് ആ വീട്ടിൽ ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യമാണ്. ഇത് തന്നെയാണ് BLOയുടെ ഭാഗത്ത് നിന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച. രണ്ടാമത്, മരിച്ച 6 വർഷമായ ആളുടെ പേരിലാണ് തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാനായിട്ട് അപേക്ഷ നൽകിയിരുന്നത്. അത് മറ്റൊരു തെറ്റായിരുന്നു. ഏതായാലും ഈ 2 തെറ്റിലുമാണ് കള്ളവോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മരിച്ച ആളുടെ പേരിൽ 6 വർഷം മുമ്പ് മരിച്ച ആളുടെ പേരിൽ കള്ളവോട്ട് രേഖപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത്. ഏതായാലും ഇത് നിലവിൽ കണ്ടുപിടിക്കുകയും BLO തന്റെ തെറ്റ് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഡെപ്യൂട്ടി കളക്ടറാണ് ഇപ്പോൾ മൊഴിയെടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശ്യാംകുമാർ, ഇതിനകത്തിൽ ഒരു കോൺഗ്രസ് പഞ്ചായത്ത് അംഗത്തിനെതിരെ കൂടി ആരോപണം ഉയരുന്നുണ്ടല്ലോ. എന്താണ് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ഇതിനകത്തിലെ ഇൻവോൾവ്മെന്റ്? നിലവിൽ LDF നൽകിയിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് BLOയും കോൺഗ്രസിന്റെ മെഴുവേലി 1-ാം വാർഡ് മെമ്പറും ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. ആ കള്ളവോട്ട് ചെയ്യിക്കാനായിട്ട് അവിടെ പോയ ആൾ മരിച്ചിരുന്നു എന്നുള്ളത് മെമ്പർക്കുൾപ്പെടെ അറിയാമായിരുന്നു. പക്ഷേ മെമ്പറുടെ ഉൾപ്പെടെ ആ സാന്നിധ്യം ആ പരിസരത്തുണ്ടായിരുന്നു. ഇതിൽ ഗൂഢാലോചന നടന്നു. അതുകൊണ്ട് തന്നെ മെമ്പറെ ഉൾപ്പെടെ പ്രതിയാക്കി കേസ് എടുക്കണമെന്നുള്ള ആവശ്യം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ LDFന്റെ ബൂത്ത് കമ്മിറ്റി ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സംഭവത്തിൽ നടന്ന ഗൂഢാലോചന അതിൽ ഏറ്റവും പ്രധാനമാണ്. കാരണം കിടപ്പ് രോഗി എന്ന് ഇപ്പോൾ BLO അവകാശപ്പെട്ടയാൾ കിടപ്പ് രോഗിയല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. 2, മരിച്ച 6 വർഷം കഴിഞ്ഞ ആളുടെ പേരിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായിട്ട് അപേക്ഷ നൽകിയിരുന്നത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇത് രണ്ടുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന വീഴ്ച ഗൗരവകരമാണ്. അത് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഉണ്ടായതല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും മനസ്സിലായിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഈ വീഴ്ച ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല, മരിച്ചയാളുടെ പേര് ക്രമപ്പട്ടികയിൽ നിന്നും മാറ്റേണ്ടതും BLOയുടെ കൂടി ഉത്തരവാദിത്തമാണ്. അതിന് ശ്രമിച്ചില്ല എന്നുള്ളതും മരിച്ചയാളുടെ പേരിൽ വോട്ടിന് അപേക്ഷ നൽകി എന്നുള്ളതും വോട്ട് ചെയ്തു എന്നുള്ളതുമൊക്കെ ഈ ക്രമക്കേടിന്റെ ഭാഗമായി കണ്ടെത്തിയ കാര്യങ്ങൾ തന്നെയാണ്. ശരി, ഏതായാലും വീട്ടിലെ വോട്ട് സംവിധാനത്തിൽ പലയിടങ്ങളിലും ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത് പത്തനംതിട്ട മെഴുവേലിയിലാണ്. മരിച്ചുപോയ ആളുടെ പേരിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.